സോ ഞാനിത് പാത്രം കൊടുത്ത് വെച്ച് കഴിഞ്ഞാല് ആ ഇനി എനിക്കിത് ഒരു കാരണവശാലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓ ഞാൻ കൈ വെക്കാൻ തുടങ്ങിയാല് ആ ഉണ്ടോ ആ അഡ്മിഷൻ വരുന്നുണ്ടോ? ഈ സ്റ്റിക്കർ ആ കണ്ടോ? ഇത് പ്രോപ്പർ ആനിമലും ആണ്, ആ കടിക്കുന്നതാണ്. പ്രോപ്പർ പ്രോപ്പർ ആനിമലാണ്. യാതൊരു രീതിയിലും അവനൊരു ഇത് വരുന്നില്ല. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ബാക്ക്, ഗുഡ് ബോയ്. Stay, stay, stay da baby, stay. Good boy, go. Good boy, yes. ഇതാണ് എന്റെ ഡോഗ്. പേര് ഗോൾഡൻ റിട്രീവർ ആണ്. ഇപ്പൊ 5 മാസം ആയിട്ടുള്ളൂ. അപ്പോ ആള് ഭയങ്കര ഓക്കെ ആണ്, നോർമൽ ആണ്. വീട്ടിലൊരു പൂച്ചയുണ്ട്. സോ വിസ്കി എന്നാണ് പേര്. വിസ്കി വിസ്കി വിസ്കി. ഫുഡ് കാണുമ്പോ ഇവൻ ആക്ച്വലി വേറെ ആനിമൽ ആവുക. ആനിമൽ ഇൻ ദ സെൻസ് ലിറ്ററലി ബൈറ്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ കൈ കടിച്ചു പറിച്ചു, കൈയൊക്കെ കടിച്ചു പറിച്ചു. എത്ര കടി കിട്ടിയെല്ലാം കൂടെ? ഒരു 3 മാസമായിട്ട് ഇവനെ ട്രെയിൻ ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇത് തീരെ കിട്ടുന്നില്ല. ഞാൻ വാരി കൊടുക്കുമ്പോ ഒന്നും കുഴപ്പമില്ല. കഴിച്ചു തുടങ്ങിയ പിന്നെ ഇവൻ കേക്കോ ഒരു രീതിയിലും കൺട്രോളബിൾ അല്ല. കൺട്രോളബിൾ മീൻസ് 100% അഗ്രസീവ് ആവുകയാണ്. ഐ മീൻ വെറുതെ അഗ്രസീവ് ആവുകയല്ല, വേറെ രീതിയിൽ ആനിമൽ ആവുകയാണ്. പിന്നെ അത് കഴിച്ച് തീരുന്നത് വരെ അവൻ ഒരു രീതിയിലും എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചത് ഇതിന്റെ ആണെന്നാണ്, ഇത് ബേബി ആണ് അതിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ചതാണ്. നാച്ചുറൽ ആണ്. പക്ഷെ കഴിച്ച ട്രീറ്റ് കൊടുക്കുമ്പോൾ കുഞ്ഞിലേ മുതലേ ഉണ്ടോ? ചെറുപ്പം തൊട്ടേ ഉണ്ട്. അപ്പൊ ആ സമയത്ത് കറക്റ്റ് ചെയ്തായിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ടങ്ങ് മാറിയാനല്ലോ. ഞാനത് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് ഫിക്സ് ആവുന്നില്ല. ബേസിക്കലി ഞാൻ ഞാനിപ്പോ കയ്യിലിട്ട് കൊടുത്താൽ അത് എന്റെ കയ്യിൽ നിന്ന് കഴിക്കും ഫുഡ്. ഞാനതുകൊണ്ട് ഇപ്പൊ സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് പറയാം. അവൻ സ്റ്റേ ഒക്കെ പറഞ്ഞാൽ സ്റ്റേ ചെയ്യും. സ്റ്റേ പറഞ്ഞാൽ സ്റ്റേ ആണ്. ഫുഡിലേക്ക് അഗ്രസീവ് ആയിട്ട് പോകുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രണ്ട്ലി ആണ്. ഞാൻ കൈകൊണ്ട് വാങ്ങി കൊടുക്കുമ്പോ അവൻ പ്രോപ്പർ ആയിട്ട് കഴിക്കുകയും ചെയ്യും. അഗ്രസീവ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ. പാത്രം വെച്ച് കൊടുത്തിട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ സ്ഥലമാണ്. പിന്നെ ഇതേ സമയം വിസ്കി ഗോ ഹോം, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, യെസ് യെസ്. സോ ഞാനിത് പാത്രം കൊടുത്ത് വെച്ച് കഴിഞ്ഞാല് ഇനി എനിക്കിത് ഒരു കാരണവശാലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കൈ വെക്കാൻ തുടങ്ങിയാല് ഉണ്ടോ അഡ്മിഷൻ വരുന്നുണ്ടോ? അത് ഈ സമയത്ത് കൈ അകത്ത് പോയാൽ കടി വരെ കിട്ടും. ഇപ്പൊ ഞാൻ ഇത് ഡയറക്റ്റ് കടിക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ, കുരയ്ക്കുക എന്നുള്ള ഉദ്ദേശം പോലും ഇല്ല. നമ്മളെ പേടിപ്പിക്കണ ഡയറക്റ്റ് കടിക്കുക എന്നുള്ളതാണ്. അഗ്രഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് ഞാനൊരു പരിധി ഓക്കെ ആയിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണെങ്കിൽ നല്ലത്. പക്ഷെ എനിക്ക് പ്രശ്നം വരുന്നത് ഒരു തവണ ട്രീറ്റ് കൊടുക്കുമ്പോൾ ഞാൻ മറ്റേ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, മറ്റേ ജെർക്കി ഒക്കെ ഇല്ലേ, അപ്പൊ അത് കൊടുത്ത് അത് കയ്യിൽ നിന്ന് വിട്ട് നിലത്ത് കഴിച്ചു തുടങ്ങിയ പിന്നെ അതും എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ നടത്തിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും രീതിയിൽ ഫുഡ് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കഴിക്കാനൊക്കെ നോക്കി ഈ സമയത്ത് താഴെ വീണ് കിടക്കുവാണ്. ഈ സമയത്ത് നമ്മൾ ഈ ഡോർ കടന്നാ കടി പറ്റുവോ? പിന്നെ ഉറപ്പായും പറ്റും, കടിച്ചു പറിക്കും. ഇതല്ലേ ഞാൻ സ്റ്റിക്ക് കണ്ട അവൻ രണ്ടാമത്തെ ഓപ്ഷൻ. ഇവൻ അത് പ്രോപ്പർ ആനിമലും ആണ്, കടിക്കുന്നതാണ്. പ്രോപ്പർ ആനിമലാണ്. യാതൊരു രീതിയിലും അവനൊരു ഇത് വരുന്നില്ല. അയാള് ഒരു ഏരിയ, ആ ഫുഡ് അതിന്റെ ഏകദേശം ഒരു 1 മീറ്ററിനകത്തുള്ള സ്ഥലമായിരിക്കും അയാളുടേതായിട്ട് ഇപ്പൊ അയാള് ആ സമയത്ത് കൈയടക്കി വെച്ചേക്കുന്നത്. അതെ, ആ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. നമുക്ക് കൈയിട്ടാതെ. ഇല്ല നോർമൽ ആയിട്ടില്ല കേട്ടോ. ആ സമയം എന്റെ കൈ കൊടുത്തതിന് കുഴപ്പമില്ല, കാരണം കയ്യിൽ ഓൾറെഡി ഫുഡ് ഉണ്ടല്ലോ. അത് ഇപ്പൊ ഞാൻ എന്റെ വലത്തെ കൈ പോയാൽ വലത്തെ കൈയിലാണ് അങ്ങനെ ബിഹേവ് ചെയ്യാം. എടുത്ത കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യും. പക്ഷെ കൈ വെച്ച് കൊടുത്താൽ സ്മെല് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഫുഡിന്റെ അത് തോന്നിയാല് ഈ നോർമലായിട്ട് തന്നെ ആക്ട് ചെയ്യും. നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇയാളെ ഒരു 4-5 സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യം. അത് കഴിഞ്ഞ് അയാൾ സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പ്ലേറ്റ് എടുക്കുന്നുള്ളൂ. ലീഷ് ഇട്ടിട്ട് ലീഷ് വെച്ചിട്ട് വലിച്ചാലും പോരെ? ലീഷ് വെച്ചിട്ട് വലിക്കുമ്പോ നമ്മൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുമ്പോ ഇയാൾ പുറകോട്ടൊരു സ്റ്റെപ്പ് വെക്കുവാണ് വേണ്ടത് ഇപ്പൊ ഈ സിറ്റുവേഷനിൽ. അല്ല, ലീഷ് വെച്ചിട്ട് ഒരാളെ കൊണ്ട് അല്ല നമ്മള് തന്നെ വേണം. സ്റ്റേ 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 സ്റ്റേന്റെ സമയത്ത് ഇങ്ങോട്ട് കൈ വന്നാലൊന്നും കുഴപ്പമില്ല. അവന് കംപ്ലീറ്റ്ലി നോർമലാ. ഞാൻ ലൈക്ക് കമാൻഡ് കൊടുത്തവൻ കഴിക്കാൻ തുടങ്ങും. എന്നിട്ട് ബാക്ക് പറഞ്ഞ് മാറ്റിയേ. ബാക്ക് പറഞ്ഞ് ഡോഗിനെ ബാക്കിലോട്ട് മാറ്റാനി. മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മാറ്റി. പോയല്ലോ. എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ അകത്തോട്ട് വെച്ചേ. യെസ് പറഞ്ഞോ. ഗോ ഗോ
ആ ഒന്ന് മാറ്റേ Back, മാറ്റിക്കോ back, മാറ്റിക്കോ back, ധൈര്യമായിട്ട് back, മാറ്റിക്കോ. back, 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 back. Sit. ഓക്കെ, Good boy. എടുക്കുക സാധനം എടുക്കുക, മുന്നോട്ട് വെച്ചു കൊടുക്കുക. മുന്നോട്ട് കൊണ്ടുവരാം. ഒരു ഇച്ചിരൂടെ അകത്തോട്ട് വെച്ചു കൊടുക്കുക. യെസ് പറയുക. യെസ് പറയുക. ഇത് മാറ്റിക്കോ, ബക്കറ്റ് മാറ്റിക്കോ. അയാൾ ഫുഡ് കടന്നു വന്ന് നമ്മളെ കടിക്കത്തില്ല. എന്റെ വിസ്കി ഇങ്ങനെയല്ല. കുറച്ച് കൈ വെച്ച് കുറച്ച് ഫീഡ് ചെയ്തു. കൈ വെച്ചാ പ്രശ്നം ഇല്ലല്ലോ അയാൾക്ക്. ഇല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5 മിനിറ്റ് മാറ്റി തരാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. ഗുഡ് ബോയ്. ഇനി പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എങ്ങനെയാണെന്നുള്ള ഞാൻ നാളെ കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. വേറെ ഏതെങ്കിലും ഓപ്പൺ സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി. ഗുഡ് ബോയ്. യെസ്. Back. Good boy. Yes. Go. Good boy. Yes. നമ്മൾ തിന്നുന്ന ചോറിന്റെ കയ്യിൽ തന്നെ എടുക്കേണ്ടിയിരുന്നു. അല്ല, മരുന്നൊക്കെ മരുന്നില്ലേ പ്ലാസ്റ്റിക്കിന് എടുത്തു അടുത്ത പ്രാവശ്യം. Good boy. Yes. അല്ല, സോപ്പിട്ടില്ല. Good boy. Back. Good boy. Go. Good boy. Yes. സംഭവം ഉറപ്പിട്ടോ. നിങ്ങൾ എനിക്ക് 20 രൂപ അയക്കുന്നു. Back. Good boy. Go. Good boy. Yes. Good boy. Yes. Good boy. Back. Good boy. And stay now, baby. Stay. Good boy. Go. Good boy. Yes. ചുമ്മാ തലതും തോന്നും. അല്ല, ലാസ്റ്റ് അല്ലേ ആപ്പിൽ മുന്നോട്ട് അടുത്ത പ്രാവശ്യം ടച്ചിങ് കൊടുക്കണം. തൊട്ടടുത്ത് വരുത്തി കിട്ടിയ പ്രോഗ്രസ് കളഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ പേര് വിളിച്ചിട്ട് അവൻ മെല്ലെ മാറുന്നുണ്ട്. അടുത്ത പ്രാവശ്യം മെല്ലെ ടച്ച് ശരിക്കാം. മാറിന്നപ്പോ കിട്ടുന്നതാണ്. കഴിഞ്ഞു. ഞാൻ തന്നെ ട്രെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, ബിഹേവിയർ മാറ്റാൻ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബ്രോയിന്റെ തന്നെ കുറെ വീഡിയോസ് കണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്. സോ ഒരു സ്റ്റേജിൽ അത് എന്നെ കടിച്ചു. എനിക്കത് ആക്ച്വലി എന്നെ വൂണ്ട് ചെയ്തൊരു സ്റ്റേജിലാണ് ഞാൻ അതിന്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് അത് വെറ്റിന്റെ അടുത്ത് പോവാണോ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിക്കണോ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഫിക്സ് ചെയ്യാന്നല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല അതില്. അപ്പോ ഞാൻ അങ്ങനെയാണ് ബ്രോയിന്റെ അടുത്ത് വരുന്നതും. എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ മെസ്സേജ് അയച്ച് വെബ്സൈറ്റിൽ പോകുന്നത് 500 rupees ചാർജ് ചെയ്ത് അങ്ങനെ ഒരു കൺസൾട്ടേഷൻ. അപ്പോഴും എനിക്ക് എന്താണെന്ന് അറിയാമെന്നത് ഇത് ഉണ്ടായിരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും എന്നൊരു നോളജെങ്കിലും കിട്ടുന്ന ഒരു എക്സ്പെക്ടേഷനാണ് ഞാൻ വിളിക്കുന്നതും കണക്ട് ചെയ്യുന്നതും. പക്ഷെ മാറ്റർ ഓഫ് ഫാക്ട് 2.5 മണിക്കൂർ അന്ന് സ്പെൻഡ് ചെയ്ത് എനിക്ക് കോൺഫിഡന്റ് തന്ന് ആ ക്യാരക്ടർ മാറ്റാൻ വേണ്ടി ഞാൻ അങ്ങനെ എനിക്ക് കോൺഫിഡന്റ് ഇല്ലാഞ്ഞിട്ട് കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത് ഫുഡാക്കി 2.5 മണിക്കൂറൊക്കെ അന്ന് കോൺവെർസേഷൻ ചെയ്തു. എന്നിട്ട് ലൈവായിട്ട് തന്നെ എന്നെ അത് ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്ത് ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അറൌണ്ട് 80% അല്ലെങ്കിൽ 90% പ്രോബ്ലം സോൾവ് ആയി. കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് കോൺഫിഡന്റ് ആയി, എനിക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ഈ ക്യാരക്ടർ പ്രിഡിക്റ്റ് ആവാം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ എനിക്കൊരു 90% പ്രോബ്ലം സോൾവ് ആയി. പിന്നീട് അത് കംപ്ലീറ്റ്ലി അത് ഐ ക്യാൻ സീ ദ പ്രോഗ്രസ്. ലൈക്ക് ഏത് സ്റ്റേജിൽ നിന്ന് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് കിട്ടി. പ്ലസ് ഡോഗിനെ എനിക്ക് അണ്ടർ കൺട്രോൾ ആണെന്നുള്ള ഒരു ഫീലും വന്നു. ലൈക്ക് 100% ഈസ് ഇൻ മൈ കൺട്രോൾ. ഐ ക്യാൻ ഗൈഡ് ഇറ്റ് ടു വാട്ട് എവർ ഐ നീഡ് ടു ബി എന്നുള്ളൊരു കോൺഫിഡന്റ് വന്നിട്ടുണ്ട്.
Good boy. Shake hand. Good boy. Say thank you. Thank you. Okay, bye bye. See you.